ഫ്രണ്ട്സ് ആരും ഇല്ല. ചില ആക്ടേഴ്സ് കെട്ടിപ്പിടിച്ചിട്ട് എന്താടാ നീ എത്ര നാളെ നീ എന്നെ വിളിച്ചോ. അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് വിളിച്ചോടനെ എടാ അടുത്ത പടത്തിന് എനിക്കൊരു വേഷം എനിക്ക് ചെയ്തു തരണം. ഒരു യങ്സ്റ്റർ ആട്ടോ, തീർച്ചയായിട്ടും. പക്ഷെ ഈ പടത്തിലൊന്നുമില്ലടാ, സത്യയുടെ ഒന്നുമില്ല. പിന്നെയും 6 മാസം കഴിയുമ്പോൾ അവനെ കാണും. നീ എന്താണ് എന്നെ വിളിക്കാത്ത? എടാ അടുത്ത പടത്തിലൊരു വേഷം എനിക്ക് ഇവിടെ ഉറപ്പായിട്ടും. പിന്നെ ഞാൻ മനസ്സിലാക്കി ഞാൻ അയാളോട് ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അയാളോട് ചോദിക്കും, എടാ നീ എന്താ എന്നെ വിളിക്കാത്ത? അത് രസമാ, നമ്മളെ കണ്ണിന് കണ്ണു കൊടുക്കുന്ന. കാരണം വേറെ ഒന്നുമല്ല, അയാളുടെ അടുത്ത് നോർമൽ പ്ലെയിൻ ആയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അയാൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് വന്നു, എടാ നീ എന്താണ് എത്ര നാളായടാ. നമ്മൾ ഒരുമാതിരി തേക്കുമ്പോൾ നമ്മൾ തിരിച്ച് ഹെവി ബംഗാളി തേപ്പ് കൊടുക്കും. അതാണ് കാരണം ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ സക്സസ് എല്ലാവരുടെ അടുത്തും വരുന്നൊരു ഫോർമുല അല്ല. നമ്മൾ ആ ഫോർമുല നേടിയെടുക്കാൻ അവരും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിന്റെ ഭാഗമാകാനേ പറ്റും. ഇപ്പൊ ഇത് മനസ്സിൽ തട്ടിയാണ് ഒരുപാട് പറഞ്ഞതെന്നറിയാം. ഇതുപോലത്തെ ഇൻസിഡൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ബാക്ക് സ്റ്റാബിംഗ് ഒക്കെ ഈ പറഞ്ഞ പോലെ ഈ ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വിക്ടിം ആയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ എന്തെങ്കിലും? ഞാൻ വിക്ടിം ആയിട്ടൊന്നും ആളൊന്നുമല്ല. ഞാൻ അതിനെ ബാക്ക് സ്റ്റാബ് ചെയ്ത എനിക്ക് പ്രശ്നമൊന്നുമല്ല. കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ തുടക്കമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഈ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞാൻ ഇവിടുന്ന് കേരളം വിട്ട ആളാണ്. ഞാൻ കേരളം വിട്ടെത്തിയിട്ട് ആൾക്കാർ പറയില്ലേ നമ്മൾ ഇവിടെ ഒരു സ്ഥലം വിട്ട് നമ്മൾ വേറെ സ്ഥലത്ത് പോകും. ഞാൻ വേറൊരു സ്ഥലത്ത് പോയി. ഞാൻ മനസ്സിൽ, കാരണം ഞാൻ എന്തായാലും ഞാൻ ജനിച്ച് വീണത് സിനിമയിൽ മാത്രമല്ല, എനിക്കൊരു കൈത്തൊഴിലും കൂടി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുന്ന സമയത്തെ നമ്മൾ മൊത്തത്തിൽ ഈ ആൾക്കാർ നമ്മളെ ചോദിക്കും ഏതായാലും അടുത്ത പടം ചോദിക്കും. ഇപ്പം ദുബായിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ എപ്പോഴാണ് തിരിച്ചു പോകുന്നത്, അതായത് ആൾക്കാർ ലീവിന് ഒരു ജോലി ഉണ്ട്, എപ്പോഴാണ് നീ ജോലിക്ക് പോകുന്നില്ലേ ചോദിക്കുന്നത്. അപ്പൊ നമുക്കിതൊരു ഭയങ്കര പ്രോബ്ലം ആയിട്ട് വരികയാണ് ചോദിക്കുമ്പോൾ. അപ്പൊ ഞാൻ ഇത് ആദ്യമേ പ്ലാൻ ചെയ്തിരുന്നു. ഞാൻ പതുക്കെ ഓരോ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി. അപ്പൊ കുറച്ച് നാളെ ഞാൻ മാറിയിരുന്നു, ഒരു 2-3 വർഷം കംപ്ലീറ്റ് ബ്രേക്ക് എന്ന് പറയാൻ പറ്റത്തില്ല. ആ സമയത്ത് വർക്കൗട്ട് ആവുന്നില്ല. നാട് വിട്ടു എന്ന് പറയാൻ പറ്റില്ല, എല്ലാവരുടെയും സമ്മതത്തോടെ ഞാൻ ഇവിടെ നേരെ ഡൽഹിയിലോട്ട് പോയി. ഡൽഹിയിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കന്ന് ഹിന്ദിയൊന്നും അറിയില്ല. അവിടെ ഒരു സ്ഥലത്ത് ജോലിക്ക് കയറി. ഞാനൊരു സാധാരണക്കാരനായിട്ട് ഞാൻ കയറിയത് ഞാനൊരു കുക്കായിട്ടാണ് കയറിയത്, ഹെൽപ്പറായിട്ട്. അവിടുന്ന് കാര്യങ്ങളൊക്കെ, അവിടുത്തെ ഫുഡ് പഠിക്കുകയല്ല, ഇവിടെ തൊലിക്കട്ടി എന്ന് പറഞ്ഞ സാധനം പഠിച്ചു, ജീവിക്കാൻ പഠിച്ചു. എനിക്ക് അന്ന് ഇല്ലാത്ത കൊണ്ട്, ഇപ്പൊ ആൾക്കാർ പറയുന്നത് ഇവന് ഇല്ലാത്ത കൊണ്ടൊന്നും അല്ല പോയത്. കാരണം നമുക്ക് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് തോന്നുന്നത്, നമുക്ക് ചില ജീവിതങ്ങളിൽ കുറച്ച് ഫ്രസ്ട്രേഷൻ വരുമ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ റൂട്ട് തെറ്റി ഡ്രഗ്സോ മദ്യപാനോ, ഞാൻ വേറൊരു ആംഗിളിൽ അതിനെ ഫൈറ്റ് ചെയ്തു. ഞാൻ വേറൊരു ആംഗിളിന് അതിനെ ചെയ്തു. തിരിച്ചു വന്നപ്പോൾ കുറച്ച് കരുത്തുള്ളൊരു മനുഷ്യനായി. മറ്റേതാകുമ്പോൾ ഭയങ്കര ഇളവായിരുന്നു ശരിക്കും പറഞ്ഞു. സോ ടെൻഡർ, ഞാൻ ഭയങ്കര വിഷമിക്കും. ഇപ്പം ബോധടല്ല. അപ്പം അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ ഇപ്പോഴും ഞാൻ ചാൻസ് ചോദിക്കും, ഇപ്പോഴും ആൾക്കാരുടെ അടുത്ത് ചോദിക്കും. ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു നല്ലൊരു നടനുണ്ട്, നല്ലൊരു മനുഷ്യനാണ്, സൈജു കുറുപ്പ്.